ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റുമായിട്ടാണ് വന്നേക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റീസെൻ്റ്ലി ലീഗിൽ ഡിവിഷൻ 1 കയറിയിട്ടുണ്ട്. സോ നിങ്ങളൊരു ലീഗ് മാച്ച് കളിക്കുന്ന ഒരു പ്ലെയറാണ്, അല്ലെങ്കിൽ ഓൺലൈൻ മാച്ചും കാര്യങ്ങൾ കളിക്കുന്ന ഒരു ഗെയിമറാണ് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പ്ലെയറെ ബീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പറയുന്ന ലീഗിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വിൻ എടുക്കാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ പോയിന്റ് നോക്കുവാണെങ്കിൽ, എൻ്റെ ഗെയിം പ്ലാനിൽ ഞാൻ കാര്യങ്ങൾ കാണിച്ചു തരാം. എൻ്റെ ഫോർമേഷനും അതുപോലെ എൻ്റെ സ്ക്വാഡും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഫോർമേഷനിലും സബിലും എല്ലാം എല്ലാ പൊസിഷനിലെയും പ്ലെയർ ഒരു എക്സ്ട്രാ സബ് കാണാം. ഗോൾ കീപ്പർ ആയിക്കോട്ടെ, CBs ആയിക്കോട്ടെ, DMF ആയിക്കോട്ടെ, AMF ആയിക്കോട്ടെ, ഫോർവേഡ് പ്ലേസ് ആയിക്കോട്ടെ, എല്ലാ പൊസിഷനിലും ഒരു സബ് മസ്റ്റായിട്ട് എൻ്റെ സ്ക്വാഡിൽ കാണാം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോം എന്നുള്ള കാര്യം ഓൺലൈൻ മാച്ചിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നിങ്ങൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ഫോമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളുടെ പ്ലേയിങ് 11 സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്. എല്ലാ പൊസിഷനിലും സബിന് ആൾക്കാർ ഉണ്ടാവണം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ മുന്നേ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്, ഒരു ഗോൾ കീപ്പർ മസ്റ്റാണ് നിങ്ങളുടെ സ്ക്വാഡിൽ, നിങ്ങളുടെ സബിൽ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾ കീപ്പറെ ഫോമും കാര്യങ്ങളൊന്നും മിക്ക ഗെയിമറും നോക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്ക്വാഡിലെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറെ തന്നെ ഏത് ഫോമിലാണെങ്കിലും, ഒരു എപ്പിക് ആണെങ്കിൽ ഏത് ഫോമിലാണെങ്കിലും നിങ്ങൾ കളിപ്പിക്കാറുണ്ട്. പക്ഷേങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 2 ഗോൾ കീപ്പർ ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ല ഗ്രീൻ ആയിട്ടുള്ള മുകളിലോട്ടുള്ള ആ ഒരു ഫോമാണ് ഏറ്റവും ബെറ്റർ. സോ ആ ഒരു ഫോമിലുള്ള പ്ലെയറെ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ പ്ലേയിങ് 11 ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ 2 ഈ പറയുന്ന ഗോൾ കീപ്പർ നിങ്ങളുടെ സ്ക്വാഡിൽ മസ്റ്റാണ്. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് നോക്കുവാണെങ്കിൽ, നിങ്ങളൊരു മാച്ച് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഫോം പരിശോധിക്കാറുണ്ടല്ലേ? അങ്ങനെ നോക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഹാഫിൽ ഇടുന്ന പ്ലേയേഴ്സിന് നിങ്ങൾക്ക് മുഴുവനായിട്ടും എല്ലാ പ്ലേയേഴ്സിനും ഫോമൊന്നും എല്ലാ ഗെയിമിലും കിട്ടണമെന്നില്ല. സോ ഫസ്റ്റ് 11 ഇടുന്ന നിങ്ങളുടെ സ്ക്വാഡിലായിരിക്കണം ഫോം ഔട്ടുള്ള പ്ലേയേഴ്സ്. കമ്പാരിറ്റീവ്ലി നിങ്ങൾ സബ് ഇറക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലേയേഴ്സിന് ഫോം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ സബ് ചെയ്യുന്ന ടൈമിൽ ആ പ്ലെയർക്ക് ഫോം ഉള്ള പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ഓപ്പണന്റിന് ഉറപ്പായിട്ടും സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കും സ്റ്റാമിനയും കാര്യങ്ങളൊക്കെ കുറയും. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ ഫോമുള്ള പ്ലേയേഴ്സിനെ സബ് ഇറക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഗോൾ സ്കോറിങ് കാര്യങ്ങളൊക്കെ, അത് സൂപ്പർ സബ് എന്നുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെയുള്ള പ്ലെയർ ആണെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ അടുത്ത പോയിന്റ് നോക്കുവാണെങ്കിൽ, നമ്മളെല്ലാവരും RBയും LBയും യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു ഫോർമേഷൻ ഡിഫൻസീവ് ആയിട്ടുള്ള LB 2 CB RB എന്നുള്ള ഫോർമേഷനാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, RBയിലും LBയിലും നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, ഒരു ഒഫൻസീവും ഒരു ഡിഫൻസീവും ആയിട്ടുള്ള ഇതാണ് നമ്മൾ ഇടാറ്. അതാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ടൈമിലും നമ്മൾ ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസീവ് ആയിട്ടുള്ള നമുക്കറിയാം, ഡിഫൻസീവ് ആയിട്ടുള്ള ഒരു ഫുൾ ബാക്കിനെ നമ്മൾ മസ്റ്റായിട്ട് നമ്മുടെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോൾ സ്കോറിങ്ങിന് ഒരു ഗോൾ മുന്നിലാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കും ഒരു ഡിഫൻസീവ് ആയിട്ടുള്ള ഫുൾ ബാക്കിനെ നിങ്ങളുടെ സ്ക്വാഡിൽ സബ് ഇറക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്ക്വാഡിൽ ഇപ്പോൾ കണ്ടറിയാം, 2 ഭാഗത്തും ഡിഫൻസീവ് ആയിട്ടുള്ള ഫുൾ ബാക്കായി. ഇങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ട് നിങ്ങൾക്ക് ഡിഫൻസിൽ എക്സ്ട്രാ സപ്പോർട്ട് കിട്ടും. നിങ്ങൾക്ക് ഒരു ഗോളിന് മുന്നിലാണെങ്കിൽ 90 മിനിറ്റ് വരെ നിങ്ങൾക്ക് ആ ഒരു ഗോളിൽ തന്നെ ഓപ്പണന്റിനെ കൊണ്ട് ഗോൾ സ്കോർ ചെയ്യിപ്പിക്കാതെ പിടിച്ച് നിൽക്കാൻ ഈ ഒരു 2 ഫുൾ ബാക്കിനെ ഇടുന്നതിനെ കൊണ്ട് എക്സ്ട്രാ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾ ഡിഫൻസ് ലൈന് കിട്ടുന്നതാണ്. സോ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു ഡിഫൻസീവ് ആയിട്ടുള്ള ഫുൾ ബാക്കിനെ നിങ്ങളുടെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ CBസിനെ, ഇതിപ്പോൾ ഞാൻ ബെക്കംബോറിനെ പൊസിഷൻ ട്രെയിനിങ് കൊടുത്തിട്ട് ഒരു RBയിലും LBയിലും കളിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത്. സോ ആ രീതിയിലുള്ള പ്ലെയറെയും നിങ്ങൾ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. നമ്മുടെ അടുത്ത പോയിന്റ് നോക്കുവാണെങ്കിൽ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. നിങ്ങളൊരു കാരണവശാലും നിങ്ങളുടെ CBസിനെ കൊണ്ട് പ്രസ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഓപ്പണന്റ് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ DMFനെ കൊണ്ടായിരിക്കണം നിങ്ങൾ പ്ലേയേഴ്സിനെ പ്രസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ CBസിനെ കൊണ്ട് നിങ്ങൾ പ്രസ് ചെയ്യാൻ പാടില്ല. കാരണം ആ ഒരു CBനെ ഡബിൾ ടച്ച് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു 1 ടച്ച് പാസ് കൊണ്ടോ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡിഫൻസീവ് ലൈന് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിപ്പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഓപ്പണന്റിന് സുഖമായിട്ട് ഗോൾ അടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങളുടെ CBനെ കൊണ്ട് പ്രസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ പ്രസ് ചെയ്യേണ്ടത് മസ്റ്റായിട്ട് DMFനെ കൊണ്ടും CMFനെ കൊണ്ടായിരിക്കണം പ്രസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ അവസാനത്തെ ഒരു പോയിന്റ് നോക്കുവാണെങ്കിൽ, നിങ്ങളുടെ സ്ക്വാഡിൽ മസ്റ്റായിട്ട് ഒരു ആങ്കർമാനും അതുപോലെ തന്നെ ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയറെയും മസ്റ്റായിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ്. ആങ്കർമാൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം, CBന്റെ മുന്നിൽ തന്നെ ഒരു വൻമതിലായിട്ട് തന്നെ നിൽക്കുന്ന ഒരു പ്ലേയിങ് സ്റ്റൈലാണ് ആങ്കർമാൻ്റെത്. അതുപോലെ തന്നെ നിങ്ങളുടെ CB കുറച്ചൊന്ന് മുന്നോട്ട് കയറിപ്പോയാലും ആ ഒരു പൊസിഷൻ കവർ ചെയ്യുന്ന ഒരു പ്ലേയിങ് സ്റ്റൈലാണ് നിങ്ങളുടെ DMFന് അല്ലെങ്കിൽ ആങ്കർമാൻ ആയിട്ടുള്ള നിങ്ങളുടെ DMFന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു DMF മസ്റ്റാണ് നിങ്ങളുടെ സ്ക്വാഡിൽ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ, ഈ ഒരു പ്ലെയറെ നിങ്ങൾക്ക് പ്ലേയിങ് സ്റ്റൈൽ നോക്കിയാൽ അറിയാം, ബോക്സ് ടു ബോക്സ്. ഈ ഒരു പ്ലെയർ, ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ മസ്റ്റാണ് നിങ്ങളുടെ പ്ലേയിങ് 11 എന്നുള്ളതാണ്. ഈ ഒരു പ്ലെയറിൻ്റെ ബോക്സ് ടു ബോക്സിൻ്റെ പ്രത്യേകതയാണ്, നമ്മുടെ ഓപ്പണന്റിൻ്റെ ബോക്സിലും നമ്മുടെ ബോക്സിലുമായിട്ട് ഒരുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലേയിങ് സ്റ്റൈലാണ് ബോക്സ് ടു ബോക്സിൻ്റെ. അതുകൊണ്ട് തന്നെ ഡിഫൻസീവിനും അറ്റാക്കിനും ഒരുപോലെ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള പ്ലേയിങ് സ്റ്റൈലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആങ്കർമാനും അതുപോലെ തന്നെ ബോക്സ് ടു ബോക്സ് പ്ലെയറും മസ്റ്റാണ് നിങ്ങളുടെ സ്ക്വാഡിൽ എന്നുള്ളതാണ്. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.